ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ 10ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. 2024 അവസാന സമയങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതോടുകൂടി ടൈം ആൻഡ് ഡിസ്റ്റൻസ് തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇനി 2025 തുടക്കത്തിൽ ചോദിച്ച പുതിയ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു 4-5-6 ചോദ്യങ്ങൾ പുതിയത് പല എക്സാമുകളും നടന്നായി കഴിയുമ്പം വീണ്ടും ഞാനിത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഈ വീഡിയോയോട് കൂടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്ലാസ് തീർന്നതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, ശരി. അപ്പം മക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു 3 ചോദ്യം ആദ്യമുണ്ട്, പിന്നെ ഒരു 4 ചോദ്യം അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ ആകെ 4, 3, 7 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. ടോണി 3 km/h വേഗതയിൽ നടക്കുകയാണെങ്കിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് 40 മിനിറ്റ് വൈകി എത്തിച്ചേരും. 4 km/h വേഗതയിൽ നടന്നാൽ 30 മിനിറ്റ് നേരത്തെ എത്തിച്ചേരും. ടോണിയുടെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം. ഈ ടൈപ്പ് ചോദ്യം പലതവണയായി നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ. സോ ഒരാൾ തൻ്റെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് അല്ലേ. ആദ്യം പോകുന്നത് 3 km/h വേഗതയിലാണ്. രണ്ടാമത് പോയത് 4 km/h വേഗതയിലാണ്. ആദ്യം പോയപ്പം 40 മിനിറ്റ് ലേറ്റ് ആകുകയാണ് ചെയ്തത്. രണ്ടാമത് ചെന്നപ്പം 30 മിനിറ്റ് നേരത്തെ വീട്ടിലെത്താൻ സാധിച്ചു. ദൂരം കാണണം, ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ പഠിച്ചു. മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. S1 S2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 ഇൻറ്റു T ആണ് നമ്മുടെ ഇക്വേഷൻ. S1 ആദ്യത്തെ സ്പീഡ് 3, S2 രണ്ടാമത്തെ സ്പീഡ് 4, ഡിഫറൻസ് 1. ടൈം എന്ന് പറഞ്ഞാൽ ഒന്ന് ലേറ്റും ഒന്ന് എയർലിയും എന്നാണെങ്കിൽ തമ്മിൽ കൂട്ടിയെടുക്കുന്നതാണ് ടൈം. സോ 70 മിനിറ്റ് എന്ന് കിട്ടും. അവറിലേക്ക് മാറ്റാൻ ബൈ 60 ചെയ്യാൻ മറക്കണ്ട. ഈ 0ഉം ഈ 0ഉം വെട്ടിപ്പോയി, ഈ 3ഉം ഈ 6ഉം വെട്ടിപ്പോയി 2, ഈ 2ഉം ഈ 4ഉം വെട്ടിപ്പോയി 2. 7 × 2 14 കിലോമീറ്റർ എന്ന ആൻസർ കിട്ടും. മക്കളെ, ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. രണ്ടാമത്തെ ചോദ്യം, ഒരു നിശ്ചിത ദൂരം പിന്നിടാൻ എടുക്കുന്ന സമയം 20% കുറയ്ക്കാൻ ഒരു ഓട്ടക്കാരൻ തൻ്റെ വേഗത എത്ര ശതമാനം വർദ്ധിപ്പിക്കണം? നമുക്കറിയാം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ് അല്ലേ. അപ്പം ഈ ടൈം എടുക്കുന്ന സമയം 20% കുറയ്ക്കാൻ വേഗത എത്ര ശതമാനം കൂട്ടണം എന്നാണ് ചോദ്യം അല്ലേ. ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ് അല്ലേ. ഈ ടൈം കുറയ്ക്കണം, കുറച്ചുകൂടി വേഗത്തിൽ ചെല്ലണം, ടൈം കുറയ്ക്കണം. അപ്പോൾ സ്പീഡ് എത്ര കൂട്ടണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ടൈം 20% കുറയ്ക്കണമെങ്കിൽ സ്പീഡ് എത്ര ശതമാനം കൂട്ടണം? കണ്ടോ, ഒന്ന് കൂടുന്നതിനനുസരിച്ച് മറ്റൊന്ന് കുറച്ചുകൊണ്ടിരുന്നാൽ കറക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം 20% കുറയ്ക്കണം, അതിന് വേഗത എത്ര ശതമാനം കൂട്ടണം എന്നാണ് ചോദ്യം. ഓക്കെ, ഇത്തരം ചോദ്യം വന്നാൽ വേറെ ഒന്നും ചെയ്യണ്ട. ചോദ്യത്തിൽ ഒരേ ഒരു സംഖ്യയുള്ളൂ, അത് 20. അത് എഴുതി. ഇനി എത്ര 20% കുറയ്ക്കാൻ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 20നോട് ചേർന്ന് കിടക്കുന്ന സംഖ്യ കുറയ്ക്കാൻ എന്നാ. അപ്പോൾ 100നോട് 20 കുറച്ച് ചെയ്ത് 80 ഇൻറ്റു 100 ആയിരിക്കും ഉത്തരം. ഇതും വെട്ടിപ്പോയി 4. ആൻസർ 25% കൂട്ടണം എന്ന് കിട്ടും. അപ്പം ഈ നമ്മുടെ വേഗത 25% കൂട്ടിപ്പോയാൽ നമുക്ക് 20% സമയം ലാഭിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്ന രീതി ഒന്നുകൂടെ പറയാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ് അല്ലേ. നമുക്ക് സമയം 20% കുറയ്ക്കണം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വേഗത്തിൽ അവിടെ എത്തണം, സമയം കുറയ്ക്കണം. സമയം കുറച്ച് ചെല്ലാൻ നമുക്ക് വേഗത കൂട്ടിപ്പോയാൽ മതി. സമയം 20% കുറയ്ക്കണമെങ്കിൽ വേഗത എത്ര ശതമാനം കൂട്ടണം എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങളിൽ ഒരേ ഒരു സംഖ്യ മാത്രമേ ചോദ്യത്തിലുള്ളൂ, 20. അത് എഴുതി. ഇനി 20% കുറയ്ക്കണം എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന വാക്ക് കുറയണം എന്നായതുകൊണ്ട് 100നോട് 20 കുറച്ച് താഴെ എഴുതി 80 ഇൻറ്റു 100 ആയിരിക്കും ഉത്തരം. ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. സോ ആൻസർ 25% സ്പീഡ് കൂട്ടിയാൽ സമയം 20% ലാഭിക്കാൻ, കുറയ്ക്കാൻ പറ്റും. ഇതേ പാറ്റേൺ ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 20% കുറവാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കണക്കുകളില്ലേ. അതും ഇതേ ലോജിക്ക് നമ്മളാണ് ചെയ്തത്. അതേ ലോജിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഒരു കാർ ഒരു നിശ്ചിത ദൂരം മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതേ ദൂരം മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയം 1 മണിക്കൂർ കുറയുന്നു. സഞ്ചരിച്ച ദൂരം കണ്ടെത്തുക. ഓക്കെ. അപ്പോൾ ഒരു കാറിൻ്റെ 2 സന്ദർഭങ്ങളിലെ യാത്രകളുടെ കാര്യമാണ് പറയുന്നത്. ഈ കാറ് 60 കിലോമീറ്റർ വേഗതയിൽ പോയാൽ അല്ലേ എടുക്കുന്ന സമയവും 80 കിലോമീറ്റർ/അവർ വേഗതയിൽ പോയാൽ എടുക്കുന്ന സമയം നമ്മൾ വ്യത്യാസമാണ് 1 മണിക്കൂർ. സോ നമുക്ക് 2 സാഹചര്യങ്ങളിലെ സ്പീഡിൻ്റെ റേഷ്യോ എടുക്കാം. ഒന്ന് 60, ഒന്ന് 80. റേഷ്യോ എടുക്കുമ്പം മക്കളെ 3:4 എന്ന് കിട്ടും സ്പീഡിൻ്റെ. അപ്പോൾ ഈ കാറുകൾ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ 4:3 ആണ്. കാറുകൾ എടുക്കുന്ന സമയത്തിൻ്റെ റേഷ്യോ 4:3 ആണ് അല്ലേ? കാരണം സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പോൾ ഒരു കാറിൻ്റെ 2 യാത്രകളുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് കേസ്, ആദ്യത്തെ സാഹചര്യം. ഇത് സെക്കൻഡ് കേസ്. അപ്പോൾ 60:80 ആണ് 2 സന്ദർഭത്തിലെ സ്പീഡിൻ്റെ റേഷ്യോ. അത് 3:4 എന്ന് കിട്ടി. അപ്പോൾ 2 സന്ദർഭങ്ങളിൽ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ 4:3 ആണ്. അപ്പം ആദ്യത്തെ സന്ദർഭത്തിൽ 4 യൂണിറ്റ് സമയം എടുക്കുമെന്നും രണ്ടാമത്തെ സന്ദർഭത്തിൽ 3 യൂണിറ്റ് സമയം എടുക്കുമെന്നും മനസ്സിലാക്കാം. ഇനി ഈ 2 സന്ദർഭത്തിലും എടുക്കുന്ന സമയങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1 മണിക്കൂറാണ്. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് 1 യൂണിറ്റ് അല്ലേ? അപ്പോൾ ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ 4 യൂണിറ്റ് എന്ന് പറയുന്നത് 4 മണിക്കൂറിന് തുല്യവും 3 യൂണിറ്റ് എന്ന് പറയുന്നത് 3 മണിക്കൂറിന് തുല്യമാണ്. അപ്പം 60 കിലോമീറ്റർ/അവർ വേഗതയുള്ള പോയപ്പം 60 കിലോമീറ്റർ/അവർ വേഗതയിൽ പോയപ്പോൾ 4 മണിക്കൂർ യാത്രയ്ക്ക് എടുത്തു എന്ന് അർത്ഥം. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം അങ്ങ് ചെയ്താൽ മതി. സ്പീഡ് 60, ടൈം 4, 60 × 4 6 4 24 240 കിലോമീറ്റർ ഉത്തരം. ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ശ്രദ്ധിച്ച് കേട്ടേ. അതായത് ഒരു കാറിൻ്റെ 2 യാത്രകളുടെ കാര്യം പറയുന്നത്. ഈ കാർ 60 കിലോമീറ്റർ/അവർ വേഗതയിൽ പോകുമ്പോഴും ഒരേ സ്ഥലത്തേക്ക് 80 കിലോമീറ്റർ/അവർ വേഗതയിൽ പോകുമ്പോഴും എടുക്കുന്ന സമയങ്ങളുടെ വ്യത്യാസം 1 മണിക്കൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ്, രണ്ടാമത്തെ കേസ്, ഈ 2 കേസിൽ സ്പീഡിൻ്റെ റേഷ്യോ 3:4 ആണ്. എങ്കിൽ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ 4:3 ആയിരിക്കും. ആദ്യത്തെ കാറ് 4 യൂണിറ്റ് സമയം എടുക്കും, രണ്ടാമത്തെ കാറ് 3 യൂണിറ്റ് സമയം എടുക്കും. ഇവരെടുക്കുന്ന സമയങ്ങളുടെ വ്യത്യാസം 1 യൂണിറ്റാണ്. അത് 1 മണിക്കൂറാണ്. 1 യൂണിറ്റ് 1 മണിക്കൂറാണെങ്കിൽ 4 യൂണിറ്റ് സമയം ആദ്യത്തെ സാഹചര്യത്തിൽ യാത്രയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ എടുത്തു എന്നർത്ഥം. 3 യൂണിറ്റ് സമയം രണ്ടാമത്തെ കേസിൽ എടുത്തു എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ എടുത്തു എന്ന് അർത്ഥം. ഇനി സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ദൂരം കാണാൻ സ്പീഡാണിത്, എടുത്ത ടൈമാണിത്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ, അല്ലെങ്കിൽ ഈ സ്പീഡ് ഇൻറ്റു ഈ ടൈം ചെയ്താലും മതി. രണ്ടും ഒരേ ദൂരമാണ്, സെയിം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയാൽ ശരാശരി വേഗത. സ്പീഡ് ഈസ് ഈക്വൽ ടു വേറൊന്നുമില്ല, സിമ്പിൾ ചോദ്യം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 100 മീറ്റർ, ടൈം 10 സെക്കൻഡ് ആണോ? ഇതും വെട്ടിപ്പോയി. ഇത് മീറ്ററിലും ഇത് സെക്കൻഡിലുമാണ്. അപ്പോൾ സ്പീഡ് 10 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 10 മീറ്റർ/സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 കിലോമീറ്റർ/അവർ വേഗതയിലും തിരിച്ച് 40 കിലോമീറ്റർ/അവർ വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത. നമുക്കറിയാം, ആവറേജ് സ്പീഡ് കാണാൻ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നു എന്ന് പറയുന്ന കേസുകളിൽ ആവറേജ് സ്പീഡ് കാണാൻ 2s1s2 ഡിവൈഡഡ് ബൈ s1 + s2 എന്ന ഇക്വേഷൻ അല്ലേ, അല്ലെങ്കിൽ 2 തുല്യ ദൂരങ്ങൾ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ ശരാശരി വേഗത കാണാൻ 2ab/a+b അല്ലെ 2s1s2/s1 + s2 എന്ന് പഠിച്ചിട്ടുണ്ട്. സോ 2 × 60 × 40 ഡിവൈഡഡ് ബൈ 60 + 40 100 അല്ലേ. ഇതും വെട്ടിപ്പോയി. ആൻസർ 48 കിലോമീറ്റർ/അവർ എന്നാണ് കിട്ടുന്നത് അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കുറേ നമ്മൾ ചെയ്തതാണേ. അടുത്ത ചോദ്യം, ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിൽ വിമാനത്തിൻ്റെ വേഗത എത്ര? മക്കളെ, അരമണിക്കൂറിൽ 250 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്നത് 500 കിലോമീറ്റർ അല്ലേ. അപ്പം വിമാനത്തിൻ്റെ വേഗത 500 കിലോമീറ്റർ/അവർ അല്ലേ. അരമണിക്കൂറിൽ 250 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ 1 മണിക്കൂറിൽ 500 കിലോമീറ്റർ സഞ്ചരിക്കില്ലേ. അപ്പോൾ വിമാനത്തിൻ്റെ വേഗത 500 കിലോമീറ്റർ/അവർ അല്ലേ. ചെയ്തൊന്നും നോക്കണ്ട, വെറുതെ മനക്കണക്കായിട്ട് 500 കിലോമീറ്റർ/അവർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ജോസഫ് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് 120 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു. ഓക്കെ, അപ്പം ഒരു സ്ഥലത്ത് നിന്ന് എ എന്ന് കൊടുക്കാം, മറ്റൊരു സ്ഥലത്തേക്ക് ആദ്യം പോയത് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്, ആണോ? തിരിച്ചു വന്നത് 120 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. ആകെ യാത്രയ്ക്ക് 5 മണിക്കൂർ എടുത്ത് പോയിട്ട് വരാൻ. എങ്കിൽ ഒരു വശത്തേക്കുള്ള ദൂരം എത്ര? നമുക്കറിയാം ആകെ സഞ്ചരിച്ച ദൂരം. ഓക്കെ, ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് മക്കളെ സ്പീഡ് ആവറേജ് ഇൻറ്റു ടൈമാണ്. ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ സ്പീഡ് ആവറേജ് ഇൻറ്റു ടൈം. നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം d കിലോമീറ്റർ എന്നെടുക്കാം. ഓക്കെ, ആ അകലം കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ. ആകെ സഞ്ചരിച്ച ദൂരം 2d ആണ്, അതായത് പോയി തിരിച്ചു വന്നു. സ്പീഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ 2s1 s2 ഡിവൈഡഡ് ബൈ s1 പ്ലസ് s2 ആണ്. ഓക്കെ, ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അല്ലേ, ഇവിടെ സോൾവ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മൾ സോൾവ് ചെയ്യുമ്പം 2d ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? 2s1 s2, 2 ഇൻറ്റു s1 30, s2 എന്ന് പറഞ്ഞാൽ 120, s1 പ്ലസ് s2 150 വരും, ആണോ? യെസ്, ഇൻറ്റു 5 എന്ന് വരും അല്ലേ. നമുക്ക് ഇവനെയും വെട്ടിക്കളയാം, 30 കിട്ടും അല്ലേ. ഇതും വെട്ടിക്കളയാം, 240 കിട്ടും അല്ലേ. സോ 240 കിലോമീറ്റർ. ഇത് 2ഡിയുടെ വിലയാണ്, അതായത് ആകെ സഞ്ചരിച്ച ദൂരം. ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നതാണ് 240 കിലോമീറ്റർ. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള ദൂരം d ആണ്, അത് 120 കിലോമീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ d ഈസ് ഈക്വൽ ടു 120 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഒന്നുകൂടെ പറയട്ടെ മക്കളെ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയെന്ന്, ഒരു സ്ഥലത്തിന് എ എന്ന് പേര് കൊടുത്തു, മറ്റൊരു സ്ഥലത്തിന് ബി എന്ന് പേര് കൊടുത്തു. അങ്ങോട്ട് പോയത് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ, ഇങ്ങോട്ട് വന്നത് 120 കിലോമീറ്റർ വേഗതയിൽ. ആകെ 5 മണിക്കൂർ എടുത്തു. ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഡിയും ഇങ്ങോട്ട് ഡിയും ആണെങ്കിൽ 2d ആണ്. ആകെ സഞ്ചരിച്ച ദൂരം ഈക്വൽ ടു സ്പീഡ് ആവറേജ് ഇൻറ്റു ടൈം. സോ ഇവിടെ സ്പീഡ് ആവറേജിൻ്റെ ഇക്വേഷൻ 2ab ബൈ a പ്ലസ് ബി ആണെന്നറിയാം, അല്ലെങ്കിൽ 2s1 s2 ബൈ s1 പ്ലസ് s2 ആണെന്നറിയാം. കാരണം ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ആവറേജ് സ്പീഡിന് ഇക്വേഷനെ യൂസ് ചെയ്യുന്നത് ഇൻറ്റു ടൈം. സോ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടൈം യൂസ് ചെയ്തു. അപ്പോൾ 2dയുടെ വില 240 കിലോമീറ്റർ എന്ന് കിട്ടി. അതിൽ നിന്ന് d കണ്ടുപിടിക്കാം. 240ൻ്റെ പകുതി 120 കിലോമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് തൽക്കാലം തീർന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. പുതിയ ചോദ്യങ്ങൾ എക്സാമുകൾക്ക് വരുമ്പോൾ പുതിയ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ലൈക്കായും കമൻറ്റായും രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക്